ആദരവുകൾ നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ SSF പ്രവർത്തകരെ, പ്രിയ ശ്രോതാക്കളെ, SSF 32ാം എഡിഷൻ സാഹിത്യോത്സവം ജീവിതത്തെ ലഹരി കാർന്നു എന്ന വിഷയത്തിൽ ഒരൽപ്പം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്നത്. ഇതിന് തൗഫീഖ് നൽകിയ എൻ്റെ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ജനുവരി 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മൾ വിദ്യാർത്ഥികൾ ഓർമ്മിക്കേണ്ട ഒരു ദിവസമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു എന്നീ വിഷയങ്ങൾ ദിവസവും പതിവായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇരുട്ടിയിരിക്കുകയാണ്. കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം വന്നുകൊണ്ടിരിക്കുന്നത്. പുകവലിയിലൂടെയാണ് ഓരോരുത്തരും ലഹരിയിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സമാധാനത്തിനും വേണ്ടിയും ചിലർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. 2022 ലഹരി ഉപയോഗിച്ചവരുടെ കണക്ക് 1,36,772 പേരാണ്. 2025 ലഹരി എടുത്തു നോക്കിയപ്പോ 24,26,776 പേരാണ് ലഹരി ഉപയോഗിച്ചത്. 26% പേരാണ് കൂടിയിട്ടുള്ളത്. ഈ ലഹരിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ പുറത്താമെന്ന് പറഞ്ഞാൽ, ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക. നമ്മൾ മാത്രം ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. കേരളത്തിലെ എല്ലാവരും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ബോധവൽക്കരണ ക്ലാസ് വെക്കുകയും ചെയ്തിട്ടാണ് ഈ കേരളത്തിൽ നിന്ന് ഈ ലഹരിയെ തിരുത്തണമെന്ന് പറഞ്ഞ് എന്റെ യുവാക്കൾ